ഇങ്ങനെ ഒരു ലോകമോ പട്ടായ തെരുവുകളിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളും ഫുഡ് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഹായ് ബിൻലാണ് ആദ്യം തന്നെ പറഞ്ഞോട്ടെ, സൂര്യൻ അസ്തമിച്ചാൽ ഒരു നഗരം മുഴുവൻ ഒരു ആവേശത്തിലേക്ക് നീങ്ങുന്ന ഒരു ലോകം. ആവേശം എന്ന് പറഞ്ഞാൽ ലൈവ് മസാജ്, മ്യൂസിക് ബാറുകൾ, ഡാൻസ് ക്ലബ്ബുകൾ, കടൽ തീരത്തെ കൂൾ കഫേകൾ, ഫാഷൻ ഷോകൾ, അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് തന്നെ വേണം പറയാൻ. ഇതിന്റെ ഇടയിലും അനവധി കേരള റെസ്റ്റോറൻറ്റുകൾ, മലയാളി ഇല്ലാത്ത സ്ഥലമില്ലെന്ന് പറയുന്നത് സത്യമായിട്ടോ. അങ്ങനെ നടന്നു പോയപ്പോൾ ഒന്നും നോക്കിയില്ല, ഇവിടുത്തെ ഒരു ഫേമസ് ഷോപ്പായ 7-Eleven കയറി ഇവിടുത്തെ കുറച്ച് തായ്ലൻഡ് ഐസ്ക്രീമുകൾക്കൊപ്പം സ്ട്രോബെറി മെജി കൂടി ട്രൈ ചെയ്ത് കാഴ്ചകളിലേക്ക് നീങ്ങി കേട്ടോ. നൈറ്റ് ബസാറിൽ ഇല്ലാത്ത ഒന്നുമില്ല എന്ന് തന്നെ വേണം പറയാൻ. നല്ല വെറൈറ്റീസ് ആയ മാംഗോ കട്ട് മുതൽ ജാക്ക് ഫ്രൂട്ട്, അതേപോലെ പൈനാപ്പിൾ എന്നിവയെല്ലാം എനിക്ക് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞു. അങ്ങനെ നടന്ന് നമ്മളെത്തിയത് ഒരു കോക്കനട്ട് ഐസ്ക്രീം വിൽക്കുന്ന സ്പോട്ടിലായിരുന്നു. ഒന്നും നോക്കിയില്ല, അതും ട്രൈ ചെയ്ത് കേട്ടോ. ഇതൊരു വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു എന്ന് പറഞ്ഞേ പറ്റൂ. ബീച്ച് സൈഡിൽ നിന്നാണ് വാക്ക് സ്ട്രീറ്റിലേക്ക് പോയത്. ബീച്ചിലൊക്കെ തന്നെ രാവ് പുലരും വരെ ആഘോഷത്തിന്റെ ലഹരിയിലാണ്. ഇവിടെ വിവിധങ്ങളായ സീ ഫുഡുകൾ, ചിക്കൻ ഐറ്റംസ്, ബ്രോസ്റ്റഡ്, അങ്ങനെ നമ്മുടെ ചക്കക്കുരു വറുത്തത് വരെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം, അതാണ് സത്യം കേട്ടോ. അങ്ങനെ നടന്ന് സ്ട്രീറ്റിന്റെ ഒരു സൈഡിൽ എത്തിയപ്പോഴാണ് ഒരു കുട്ടി കുപ്പികൾ കൊണ്ട് വിസ്മയം തീർക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അതും ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കുകയുണ്ടായി, ഈ ചെറുപ്രായത്തിൽ ജീവിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പോലെ അവൻ വികസിപ്പിച്ചെടുത്ത സ്കിൽസ്, എക്സ്പെഷ്യലി കോൺസെൻട്രേഷൻ എന്നെ അതിശയിപ്പിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ അവസാനം പട്ടായയുടെ അതിശയിപ്പിക്കുന്ന വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് എത്തിച്ചേർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വിസ്മയിപ്പിക്കുന്ന ലോകം തന്നെയാണ് കേട്ടോ. നിങ്ങൾ വൈഫിനോടൊപ്പമാണ് വരുന്നതെങ്കിൽ പിന്നീട് പട്ടായയിൽ ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ വിടില്ല എന്ന് ഉറപ്പ്. അപ്പോൾ ഇതാണ് പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വാക്കിംഗ് സ്ട്രീറ്റിലൂടെയുള്ള പല ദൃശ്യങ്ങളും ഞാൻ തന്നെ സെൻസർ നടത്തിയതിന് ശേഷമാണ് ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളെ വിളിച്ചു കയറ്റാനും കണ്ടിട്ടെങ്കിലും പോകുമെന്ന് പറയാനും വരെ ആളുകൾ. ഈ കാഴ്ച എന്നെ ഒന്ന് അതിശയിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇതൊരു വിനോദവും അതിലുപരി ഒരു കച്ചവടവും ഒക്കെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പട്ടായയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞാൽ 1960കളിൽ വിയറ്റ്നാം വാറിന്റെ സമയത്ത് അമേരിക്കൻ സോൾജേഴ്സ് റെസ്റ്റ് ആൻഡ് റിക്രിയേഷന് തിരഞ്ഞെടുത്ത സ്ഥലമാണ് പട്ടായ. 1970കളിലും 80കളിലും ടൂറിസം വളരുകയും ബാറുകളും സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ വളരുവാനും തുടങ്ങി. 1990കളിലാണ് പട്ടായ തായ്ലൻഡ് ടോപ്പ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നായി വളരുവാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ടോപ്പ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയാതെ വയ്യ. ആടിയും പാടിയും നൈറ്റുകൾ അവർക്ക് ഉത്സവം തന്നെയാണ് കേട്ടോ. ഇത് അവരുടെ ദൈനംദിന കാഴ്ചകൾ നമുക്കൊരു ആവേശവും അങ്ങനെ തന്നെ വേണം പറയാൻ. എന്തായാലും ഇങ്ങനെയൊരു ലോകം ഉണ്ടെന്നും അത് കാണേണ്ടത് തന്നെയാണ് ഞാൻ ഉറപ്പായും പറയും. പട്ടായയിലെ കാഴ്ചകളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. തായ്ലൻഡിന്റെ മറ്റ് കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. See you, bye.